നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരി മരിച്ചു. ചികിത്സാ പിഴവെന്ന മാതാപിതാക്കൾ നില വഷളായപ്പോഴാണ് ICUവിൽ പ്രവേശിപ്പിച്ചതെന്ന് കുഞ്ഞിന്റെ അമ്മ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ്. പ്രതികളായ 5 പേരെ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഹോസ്റ്റൽ മുറിയിലെത്തിച്ച് തെളിവെടുക്കും. ചിറക്കടവ് ശ്രീ മഹാദേവന് ഇന്ന് ആറാട്ട്. പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമായി ക്ഷേത്രവും പരിസരവും. ചിറക്കടവിലേക്ക് ഭക്തരുടെ പ്രവാഹം. മണർകാട് കുമരംകാട് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ മധ്യവയസ്കൻ മരിച്ചു. കിണറിന്റെ സ്ലാബ് ഒടിഞ്ഞ് ശരീരത്ത് വീണു. മൃതദേഹം പുറത്തെടുത്തത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരി മരിച്ചു. കട്ടപ്പന സ്വദേശി വിഷ്ണുവിന്റെ മകൾ അപർണികയാണ് മരിച്ചത്. കുഞ്ഞിന്റെ മരണകാരണം ചികിത്സാ പിഴവ് മൂലമെന്ന് ആവർത്തിച്ച് ബന്ധുക്കൾ. വയറുവേദനയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരിയുടെ മരണം ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്ത്. കട്ടപ്പന ഇടുക്കിക്കവല കളിക്കൽ വീട്ടിൽ വിഷ്ണുവിന്റെയും ആശയുടെയും മകൾ അപർണികയാണ് ചൊവ്വാഴ്ച രാവിലെ മരിച്ചത്. കഠിനമായ വയറുവേദനയെ തുടർന്ന് ഈ മാസം 11-ന് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. മരുന്ന് നൽകി തിരികെ വിട്ടെങ്കിലും അസുഖത്തിന് കുറവുണ്ടായില്ല. പിന്നീട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ കുഞ്ഞിന് ആവശ്യമായ ചികിത്സ ലഭിച്ചില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അധികൃതരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും കാര്യമാക്കിയില്ലെന്നും തീർത്തും അവശയായപ്പോഴാണ് ICUവിൽ പ്രവേശിപ്പിച്ചതെന്നും കുട്ടിയുടെ അമ്മ ആശ പറഞ്ഞു. ഞാൻ കൊടുത്ത ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി വന്നിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ കുട്ടി ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നു. അതായത് ICUവിൽ കൊണ്ടു ചെന്നപ്പം കുട്ടി ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നു. വെന്റിലേറ്ററിൽ വെക്കാൻ പോലുള്ള ഇത് കുഞ്ഞിലില്ല. എന്തെങ്കിലും ഞാൻ രാവിലെ തൊട്ട് കുഞ്ഞ് വയ്യ, കുഞ്ഞിൻ്റെ കണ്ണ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട്, ചുണ്ടിൻ്റെയും നാക്കിൻ്റെയും കളർ മാറി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ആ സമയത്തെങ്കിലും ഇവർ കുറച്ച് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. അന്നേരം ഇവർ ICUവിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ അതിനുള്ള ഫെസിലിറ്റി അതിലുണ്ടായിരുന്നു. എൻ്റെ കൈ വെച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഇതെല്ലാം സംഭവിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കട്ടപ്പനയ്ക്ക് കൊണ്ടുപോയി. പോലീസ് കുട്ടിയുടെ അമ്മയുടെ മൊഴിയെടുത്തു. അതേസമയം ചികിത്സാ പിഴവല്ല മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിലെ പ്രതികളെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 പേരെയും ഹോസ്റ്റൽ മുറിയിൽ എത്തിച്ച് തെളിവെടുക്കും. ഇവരുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിംഗുമായി ബന്ധപ്പെട്ട് പ്രതികളായ 5 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഗാന്ധിനഗർ പോലീസ് ഏറ്റുമാനൂർ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. മലപ്പുറം വണ്ടൂർ കരുമാറപ്പറ്റ KP രാഹുൽ രാജ് അസോസിയേഷൻ അംഗങ്ങളായ മൂന്നിലവ വാളകം കരയിൽ കീരിപ്ലാക്കൽ സാമുവൽ ജോൺസൺ, വയനാട് നടവയൽ പുൽപ്പള്ളി ഞാവലത്ത് NS ജീവ, മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടിയിൽ C റിജിൽജിത്ത്, കോരത്തോട് മടുക്ക നെടുങ്ങാട്ട് NV വിവേക് എന്നിവരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. പ്രതികളെ പ്രത്യേകം പോലീസ് ചോദ്യം ചെയ്യും. 5 പേരെയും ഹോസ്റ്റൽ മുറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതികളുടെ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയിലൂടെ തിരിച്ചെടുത്തിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയും. കോളേജിലെ 1-ാം വർഷ ജൂനിയർ വിദ്യാർത്ഥികളെയാണ് ഇവർ 5 പേർ ചേർന്ന് ക്രൂരമായി റാഗിംഗ് ചെയ്തത്. 3 മാസത്തോളം ഇവർ റാഗ് ചെയ്തു. സീനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യപിക്കുന്നതിനടക്കം പണം നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു പീഡനം. കുട്ടികളെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽസ് വെച്ചും കോമ്പസിന് ശരീരമാസകലം വരഞ്ഞും നിലവിളിക്കുന്നവരുടെ വായിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുത്തുമായിരുന്നു ക്രൂരപീഡനം. റാഗിംഗിൽ കോളേജ് അധികൃതർക്കെതിരെയും ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവപ്പള്ളി സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് പൊൻകുന്നം. ഗുണമേന്മയുള്ള തടികൾ വാങ്ങുവാൻ തടികൾ ഉരുളായും ഉരുപ്പടിയായും വിൽക്കുന്നു. നിങ്ങളുടെ വീടിന്റെ നിർമ്മാണത്തിനും ഫർണിച്ചറുകൾ പണിയുന്നതിനും ആവശ്യമായ ഗുണനിലവാരമുള്ള തടികൾ, തേക്ക്, ആഞ്ഞിലി, പ്ലാവ്, മഹാഗണി തടികൾ, കൂടാതെ ഇറക്കുമതി ചെയ്ത തടികളും 24 മണിക്കൂറും ക്രെയിൻ സർവീസ്. തിരുവപ്പള്ളി സോമിൽ, നരിയനാനി, കൊപ്രാക്കളം, പൊൻകുന്നം. ഫോൺ 9447324179, 8921620928, 7306405536. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് ഭക്തിസാന്ദ്രമായി. 10 ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിച്ചാണ് ആറാട്ട് നടന്നത്. വൈകുന്നേരം ആറാട്ട് ബലിക്ക് ശേഷം ആറാട്ട് കടവിലേക്ക് ദേവൻ എഴുന്നള്ളി. ആയിരക്കണക്കിന് ഭക്തരാണ് ആറാട്ട് ദിനത്തിൽ ക്ഷേത്രത്തിൽ എത്തിയത്. രാത്രി 2 മണി മുതൽ
5 മണിവരെയാണ് ആറാട്ട് എതിരേൽപ്പ്. തുടർന്ന് 10 ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിച്ച് കൊടിയിറങ്ങും. ക്ഷേത്രത്തെയും നാടിനെയും ഭക്തിയിൽ ആറാടിച്ച ദേശാധിപന്റെ പള്ളിവേട്ട. ആയിരക്കണക്കിന് ഭക്തരാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ പള്ളിവേട്ട ചടങ്ങുകളിൽ പങ്കെടുത്തത്. ചിറക്കടവിന് പുണ്യം പകർന്ന പള്ളിവേട്ട. ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പള്ളിവേട്ട ദിനത്തിൽ നാടൊന്നാകെ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. ഗജരാജൻ ഗുരുവായൂർ ഇന്ദ്രസന്റെ ശിരസിലേറി ശ്രീ മഹാദേവൻ എഴുന്നള്ളി നിന്നു. കുടമാറ്റവും മേജർ സെറ്റ് പഞ്ചാരിമേളവും അകമ്പടിയായി. പള്ളിവേട്ട ദിനത്തിൽ വൈകുന്നേരം കൂടിവേലയും അരങ്ങേറി. തെക്കും ഭാഗം വടക്കും ഭാഗം എന്നിങ്ങനെ 2 മഹാദേവ വേലകളി സംഘങ്ങളിലെ കുട്ടികളാണ് വേലകളി അവതരിപ്പിച്ചത്. പന്തള രാജകുമാരനായ ശ്രീ അയ്യപ്പൻ ആയോധന വിദ്യ അഭ്യസിച്ച കളരി ചിറക്കടവിലാണെന്നാണ് ഐതിഹ്യം. കുട്ടികൾക്കൊപ്പം അയ്യപ്പനും വേല കളിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. വൈകിട്ട് ഭഗവാന്റെ തിരുവാറാട്ട് നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മണർകാടിന് സമീപം ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ മധ്യവയസ്കന് ദാരുണാന്ത്യം. പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മൂർത്തി എന്നയാളാണ് മരിച്ചത്. കിണറിന്റെ സ്ലാബ് ഒടിഞ്ഞ് ഇയാളുടെ ശരീരത്ത് പതിക്കുകയും ചെയ്തു. കിണറിടിഞ്ഞു വീണ് സ്ലാബിനടിയിൽപ്പെട്ട് മണർകാട് കുമരംകോട് മധ്യവയസ്കൻ മരിച്ചു. സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മൂർത്തി എന്നയാളാണ് മരിച്ചത്. റോഡരികിലെ പൈപ്പിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടുപോകും വഴി കിണറിലേക്ക് വഴുതി വീഴുകയായിരുന്നു. വീഴ്ചയിൽ കിണറിന്റെ സ്ലാബ് ഇടിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീണു. 30 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്നും കോട്ടയം അഗ്നിശമന യൂണിറ്റ് ഏറെ പരിശ്രമിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. സ്റ്റേഷൻ ഓഫീസർ വിഷ്ണു മധു, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജയകുമാർ, രഞ്ജു കൃഷ്ണൻ, അനുജ് ഭാസ്കർ, അബ്ബാസി തുടങ്ങിയവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പട്ടികവർഗ സംവരണത്തിൽ പട്ടിക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അതിദുർബല വിഭാഗങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കണമെന്നും സംവരണ സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതിദുർബല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംസ്ഥാന ജില്ലാതല കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കുമെന്നും സംസ്ഥാനതല ക്യാമ്പയിൻ നടത്തുമെന്നും സംവരണ സംരക്ഷണ സമിതി സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. ചെയർമാൻ സണ്ണി എം കപ്പിക്കാട്, രക്ഷാധികാരി കെ എ തങ്കപ്പൻ, ജനറൽ കൺവീനർ TR ഇന്ദ്രജിത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാത്രം പ്രാതിനിധ്യമുള്ളതുമായ വിഭാഗങ്ങളെ വിപുലമായി പങ്കെടുപ്പിച്ചുകൊണ്ട് സംവരണ സംരക്ഷണ സമിതി ഒരു സംസ്ഥാനതല കൺവെൻഷൻ നടത്തുവാൻ ഏപ്രിൽ മാസത്തിൽ കൺവെൻഷൻ നടത്തുവാനും അതോടൊപ്പം തന്നെ ആവശ്യമായി വന്ന ഒരു ബഹുജന പ്രക്ഷോഭത്തിലേക്ക് കടക്കുവാനും തീരുമാനിച്ചു. കോടതി നടപടികൾ നേരിൽ കണ്ട് ജഡ്ജിയോടൊപ്പം സംവദിച്ച വിദ്യാർത്ഥികൾ. പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംവാദ എന്ന പരിപാടി നടന്നത്. പാഠപുസ്തകങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും മാത്രം വായിച്ചറിഞ്ഞ കോടതികളെയും ജഡ്ജിമാരെയും ഒക്കെ നേരിട്ട് കണ്ടപ്പോൾ കുട്ടികൾക്ക് ആകാംക്ഷയായി. കോടതി മുറിയിലെ നടപടികൾ അവർ സസൂക്ഷ്മം വീക്ഷിച്ചു. കേസിലെ കക്ഷികൾക്ക് വേണ്ടി അഭിഭാഷകർ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ കൗതുകത്തോടെ നോക്കിക്കണ്ടു. കോടതികളെയും കോടതി നടപടികളെയും പരിചയപ്പെടുത്തുന്ന സംവാദം എന്ന പരിപാടിയിൽ പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 32 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. മീനച്ചിൽ താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കുടുംബക്കോടതി ജഡ്ജി അയൂബ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ജഡ്ജിയുമൊത്ത് അവർ സംവദിച്ചു. കുട്ടികളുടെ നിരവധി ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകി. പങ്കെടുത്ത കുട്ടികൾക്ക് ബാഡ്ജുകളും നിയമ പഠന പുസ്തകങ്ങളും വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് തോമസ് ജോസഫ് തൂങ്കുഴി നിയമ ബോധവൽക്കരണ ക്ലാസിനും ആരൻ മാത്യു മോട്ടിവേഷൻ ക്ലാസിനും നേതൃത്വം നൽകി. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി സോണിയ ജോസഫ്, ലീഗൽ സർവീസ് കമ്മിറ്റി പ്രതിനിധി VM അബ്ദുള്ള ഖാൻ എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ലിജോ സെബാസ്റ്റ്യൻ, സിസ്റ്റർ സിനി FCC, സിസ്റ്റർ റോസ്റ്റിറ്റ് FCC, ലിൻഡ അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. യുവജനങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം രക്തദാനം പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മാണി സി കാപ്പൻ MLA. പാലാ സെന്റ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജിൽ നടന്ന രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ശക്തിസ്രോതസ് യുവജനങ്ങളിലാണെന്നും യുവജനങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം രക്തദാനം പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ലോകത്തിന് തന്നെ മാതൃകയാവുകയാണെന്നും മാണി സി കാപ്പൻ MLA പറഞ്ഞു. പാലാ സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലാ ബെൽഫോർത്തിന്റെയും പാലാ സ്പൈസസ് വാലി ലയൺസ് ക്ലബിന്റെയും സഹകരണത്തോടെ നടന്ന മെഗാ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വലയിൽപ്പെടാതെ യൂത്തിനെ സംരക്ഷിക്കുവാനും രക്തദാനം കൊണ്ട് സാധിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രാവശ്യം ബ്ലഡ് കൊടുത്താൽ പിന്നെ 6 മാസം കഴിഞ്ഞ് കൊടുക്കാൻ പറ്റും, 3 മാസം കഴിഞ്ഞ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരോഗ്യപരമായി ഒന്നും സംഭവിക്കാനില്ല. അതിൽ ഇത്രയധികം വിദ്യാർത്ഥിനികൾ ഈ കാര്യത്തിൽ മുന്നിട്ട് വന്നതിന് ഞങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്.
കൂടുതലും ഇപ്പോൾ പെൺകുട്ടികളാണ് ബ്ലഡ് കൊടുക്കാൻ മുമ്പോട്ട് വരുന്നത്. അവർക്ക് ഭയം മാറിയിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ബ്ലഡ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു ജീവൻ അത് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ വലിയൊരു കാര്യമാണ്. പാലാ രൂപത വികാരി ജനറലും കോളേജ് ചെയർമാനുമായ ഫാദർ ജോസഫ് മലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഫാദർ ജെയിംസ് ജോൺ മംഗലത്ത് മുഖ്യപ്രഭാഷണവും പാലാ ഫോറൻ ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റൻ രക്തദാന സന്ദേശവും നൽകി. ക്യാമ്പിൽ 50 വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലാ. തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ലക്ഷ്യം വെച്ച് അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ നിയമബോധന സെമിനാർ നടത്തി. അഡ്വക്കേറ്റ് ജയ വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിക്രമങ്ങൾക്കെതിരായ പരിരക്ഷ നേടുന്നതിനൊപ്പം മൊബൈൽ ഫോണുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും അവർ പറഞ്ഞു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ യൂസ് ചെയ്യാനുള്ളതാണ് അല്ലെ, അപ്പം മിസ്യൂസ് ചെയ്യാനുള്ളത് അല്ല. അപ്പൊ നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾ അത് ഓർക്കണം. അമ്മമാരായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഫോണൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യം അവരിലോട് പറയുക കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല ഇതിൽ നിന്ന് എന്തൊക്കെ കുഴപ്പങ്ങൾ വരാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റുന്നില്ല. നമ്മൾ സ്ത്രീകളായിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ട്, എല്ലാമാണ് അല്ലെ, എല്ലാ സംരക്ഷണവും നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾക്ക് വിമൻ എംപവർമെന്റ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മുടെ റൈറ്റുകൾ വയലേറ്റ് ചെയ്യാറുണ്ട്. അറിയിപ്പ്: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ വർഷാവസാന സ്പെഷ്യൽ റിബേറ്റ് മേള ഫെബ്രുവരി 19 മുതൽ 25 വരെ നടക്കും. തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ വിലക്കിഴിവ് ലഭിക്കും. ഫോൺ 0481-256-0587. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയുടെ വിവിധ കോഴ്സുകൾക്ക് കോട്ടയം ജില്ലയിൽ പ്രവേശനം ആരംഭിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ്, എൻറോൾഡ് ഏജ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം ആരംഭിച്ചത്. വിവരങ്ങൾക്ക് ഫോൺ 7736-645206. പള്ളം അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസിന്റെ പരിധിയിലുള്ള 134 അംഗനവാടികൾക്ക് ആവശ്യമായ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. മാർച്ച് 4-ന് ഉച്ചകഴിഞ്ഞ് 2 മണി വരെ ടെൻഡർ സ്വീകരിക്കും. ഫോൺ 0481-330-0355. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരി മരിച്ചു. ചികിത്സാ പിഴവെന്ന മാതാപിതാക്കൾ നില വഷളായപ്പോഴാണ് ICUവിൽ പ്രവേശിപ്പിച്ചതെന്ന് കുഞ്ഞിന്റെ അമ്മ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് പ്രതികളായ 5 പേരെ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഹോസ്റ്റൽ മുറിയിലെത്തിച്ച് തെളിവെടുക്കും. ചിറക്കടവ് ശ്രീ മഹാദേവന് ഇന്ന് ആറാട്ട്. പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമായി ക്ഷേത്രവും പരിസരവും. ചിറക്കടവിലേക്ക് ഭക്തരുടെ പ്രവാഹം. മണർകാട് കുമരംകാട് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ മധ്യവയസ്കൻ മരിച്ചു. കിണറിന്റെ സ്ലാബ് ഒടിഞ്ഞ് ശരീരത്ത് വീണു. മൃതദേഹം പുറത്തെടുത്തത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.